ഹായ് ഓൾ. ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ വൈറ്റ് എന്ന് പറയുന്ന പദവുമായിട്ട് ബന്ധപ്പെട്ട ഇഡിയംസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാം. ഏറ്റവും ആദ്യത്തെ ഇഡിയമാണ് ബ്ലീഡ് സംവൺ വൈറ്റ്. ബ്ലീഡ് സംവൺ വൈറ്റ്, ബ്ലീഡ് വൈറ്റ് എന്ന രീതിയിലാണ് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത്. ബ്ലീഡ് സംവൺ വൈറ്റ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ആരുടെയെങ്കിലും പണം അവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുക. അതായത് ഏതെങ്കിലും രീതിയിൽ നേരിട്ടല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ടും തട്ടിയെടുക്കാം. അപ്പൊ ആ രീതിയിൽ ഒരാളുടെ പണം എടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ബ്ലീഡ് വൈറ്റ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ സംവൺ എന്നുള്ളത് ഇടയ്ക്കുണ്ട്. അവിടെ നമ്മളൊരു ആളുടെ റെഫറൻസ് ആണ് കൊടുക്കേണ്ടത്. ബ്ലീഡ് സംവൺ വൈറ്റ്. അപ്പൊ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നോക്കാം. The shopkeeper is bleeding the customer white. The shopkeeper is bleeding the customer white. The shopkeeper is bleeding the customer white എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഷോപ്പ് കീപ്പർ, അതായത് കടക്കാരൻ, ഈ കസ്റ്റമറിന്റെ വാങ്ങാൻ വരുന്ന ആളുടെ പണം എടുക്കുന്നു, അയാളിൽ നിന്ന് എടുക്കുന്നു, അതായത് അമിതമായിട്ട് എടുക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. The shopkeeper is bleeding the customer white. He always bleeds his mother white. He always bleeds his mother white. അപ്പൊ ഇവിടെ അയാളുടെ അമ്മയുടെ പണം എടുക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബ്ലീഡ് കഴിഞ്ഞിട്ട് കണ്ട ഹിസ് മദർ എന്ന് ചേർത്തിരിക്കുന്നു. അതുപോലെ നമ്മൾ നേരത്തെ കണ്ടതിൽ അവിടെ ഷോപ്പ് കീപ്പർ കഴിഞ്ഞിട്ട് ഷോപ്പ് കീപ്പർ ഈസ് ബ്ലീഡിങ് ദ കസ്റ്റമർ, കണ്ട കസ്റ്റമർ വൈറ്റ്. The wife was bleeding the husband white. The wife was bleeding the husband white എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിന്റെ പണം വൈഫ് എടുക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു എക്സ്പ്രഷനാണ് ബ്ലാക്ക് ഈസ് വൈറ്റ്. ബ്ലാക്ക് ഈസ് വൈറ്റ്, അതായത് യഥാർത്ഥത്തിലുള്ള കാര്യത്തിനെ മറച്ചു വെച്ചുണ്ട് ഒരു നുണയായിട്ട് അല്ലെങ്കിൽ അസത്യമായിട്ട് അതിനെ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ബ്ലാക്ക് ഈസ് വൈറ്റ് എന്ന് പറയുന്നത്. അതായത് ബ്ലാക്ക് എന്നതിനെ വൈറ്റ് ആക്കി നുണയെ സത്യമാക്കാമോ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു എക്സ്പ്രഷൻ കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ അർത്ഥം. ബ്ലാക്ക് ഈസ് വൈറ്റ്. അപ്പൊ അതിന്റെ സെന്റൻസുകൾ നമുക്ക് നോക്കാം. സം പൊളിറ്റീഷ്യൻസ് എക്സ്പ്രസ് ദാറ്റ് ബ്ലാക്ക് ഈസ് വൈറ്റ്. സം പൊളിറ്റീഷ്യൻസ് എക്സ്പ്രസ് ദാറ്റ് ബ്ലാക്ക് ഈസ് വൈറ്റ്. ചില രാഷ്ട്രീയ പ്രവർത്തകർ ഇതുപോലെ നുണയെ സത്യമാക്കി കാണിക്കാറുണ്ട്. He argued that what his wife does is black is white. He argued that what his wife does is black is white. അവന്റെ ഭാര്യ ചെയ്യുന്നതെല്ലാം നുണയെ സത്യമാക്കുന്ന രീതിയിലാണ് എന്ന് അവൻ വാദിച്ചു. You will understand one day that this is black is white. You will understand one day that this is black is white. അതായത് നിങ്ങൾക്ക് ഒരു ദിവസം മനസ്സിലാകും ഇത് നുണയെ സത്യമാക്കിയതാണെന്ന്. അടുത്തത് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പറയുന്നത് കൂടാതെ അത് എഴുതുകയോ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുകയോ ചെയ്തിട്ട് അത് നൽകുന്നതിനെയാണ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത്. അതായത് കുറച്ചും കൂടി സാധൂകരിച്ച് കാര്യങ്ങൾ ചെയ്യുക, അവർ പറയുന്നതിനെ കുറച്ചുകൂടി വ്യക്തമാക്കി എഴുതി പ്രിന്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം. The rules are very strict. It is all there in black and white. The rules are very strict and it is all there in black and white. അതായത് നിയമങ്ങളെല്ലാം വളരെ സ്ട്രിക്റ്റ് ആണ്, അതെല്ലാം എഴുതി പ്രിന്റ് ചെയ്ത് വയ്ക്കപ്പെട്ടിട്ടുള്ളതാണ്, അതിൽ മാറ്റങ്ങളൊന്നും വരുത്താനായിട്ട് സാധിക്കുകയില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. ദി എവിഡൻസ് ഇസ് ദർ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ദി എവിഡൻസ് ഇസ് ദർ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതായത് തെളിവുകൾ എന്ന് പറയുന്നതല്ല, അത് തെളിവുകൾ എഴുതി പ്രിന്റ് ചെയ്ത്, അതായത് നമ്മുടെ കയ്യിൽ നമുക്ക് എവിഡന്റ് ആയിട്ട് കോൺക്രീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകളാണ് ഉള്ളത് എന്നാണ് ഇതിന്റെ അർത്ഥം. The contract stated the terms in black and white. The contract stated the terms in black and white എന്ന് വെച്ചാൽ ഒരു കോൺട്രാക്ട്, ആ കോൺട്രാക്റ്റിൽ ഒരു കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതായത് കോൺക്രീറ്റ് ആയിട്ട് എഴുതി പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് എന്നാണ് അതിനർത്ഥം.
അടുത്തൊരു എക്സ്പ്രഷൻ ആണ് വൈറ്റ് കോളർ വർക്കർ. വൈറ്റ് കോളർ വർക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് വൈറ്റ് കോളർ വർക്കർ എന്ന് പറയുന്നത്. വൈറ്റ് കോളർ ജോബ്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ വൈറ്റ് കോളർ വർക്ക് എന്നത് സെന്റൻസുകൾ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. വൈറ്റ് കോളർ വർക്കേഴ്സ് ഓഫൺ ഹാവ് മോർ ബെനിഫിറ്റ്സ്. ദ വൈറ്റ് കോളർ വർക്കേഴ്സ് ഓഫൺ ഹാവ് മോർ ബെനിഫിറ്റ്സ്. വൈറ്റ് കോളർ വർക്കേഴ്സിന് ഒത്തിരി ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. He is a white collar worker and he gets more salary. He is a white collar worker and he gets more salary. എന്ന് വെച്ചാൽ അയാൾ ഒരു വൈറ്റ് കോളർ വർക്കർ ആയതുകൊണ്ട് ഒത്തിരി സാലറി കിട്ടുന്നുണ്ട്. Her father is a white collar worker. Even then they pay more debts. Her father is a white collar worker. Even then they pay more debts. Her father is a white collar worker. Even then they pay more debts. അതായത് അവളുടെ ഫാദർ ഒരു വൈറ്റ് കോളർ വർക്കർ ആയിട്ട് പോലും അവർ ഒത്തിരി കടങ്ങൾ അടയ്ക്കുന്നുണ്ട്. അടുത്തൊരു എക്സ്പ്രഷൻ ആണ് വൈറ്റ് എലഫന്റ്. വൈറ്റ് എലഫന്റ് നമ്മൾ കേട്ടിട്ടുണ്ട്, വെള്ളാനകൾ. അതായത് നമുക്ക് ഒത്തിരി വലിയ രീതിയിൽ കാണപ്പെടുന്ന ഒരു കാര്യം, പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഒത്തിരി പണം മുടക്കിയാലും നമ്മൾ എന്തൊക്കെ കാര്യം ചെയ്താലും അത് വെറുതെ യൂസ്ലെസ് ആണ്. പിന്നെ അത് നമ്മളെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴക്കുകയും ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ വൈറ്റ് എലഫന്റ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ സെന്റൻസുകൾ നോക്കാം. ദ ഹ്യൂജ് അൺയൂസ്ഡ് റൂം ഇൻ അവർ ഹൗസ് ഹാസ് ബിക്കം എ വൈറ്റ് എലഫന്റ്. ദ ഹ്യൂജ് വലിയ, അൺയൂസ്ഡ് ഉപയോഗിക്കാത്ത, റൂം ഹാസ് ബിക്കം എ വൈറ്റ് എലഫന്റ്. അതായത് ഉപയോഗിക്കാത്ത, ഈ വെറുതെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഈ വലിയ മുറി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്തായിട്ട് മാറി? ഒരു വൈറ്റ് എലഫന്റ്. ഒരു ഉപകാരവും ഇല്ലാതെ വെറുതെ മെയിൻ്റെനൻസ് നടത്തി ക്ലീൻ ചെയ്ത് നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ലാതെ ആ റൂമിനെ കൊണ്ട് വേറൊരു ഉപകാരം ഇല്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. The new software system turned out to be a white elephant. The new software system turned out to be a white elephant എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ പുതിയ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം അത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ അതുകൊണ്ട് അവർക്ക് ഒരു പ്രയോജനവുമില്ല. കുറെ പൈസ മുടക്കി വീണ്ടും പൈസ മുടക്കുന്നു, പക്ഷെ അതുകൊണ്ട് അവർക്കും ഒരു പ്രയോജനമില്ലാതെ പോകുന്നു എന്നാണ് ഇവിടെ വൈറ്റ് എലഫന്റ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. This old car is really a white elephant. This old car is really a white elephant. ഈ പഴയ കാറ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വൈറ്റ് എലഫന്റ് ആണ്. അതായത് അതിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല, വെറുതെ നമ്മുടെ പൈസ കളയാന്ന് മാത്രം. അടുത്തൊരു എക്സ്പ്രഷനാണ് വൈറ്റ് ലൈ, വെളുത്ത നുണ അല്ലെ. വൈറ്റ് ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അധികം ഉപദ്രവം ഉണ്ടാക്കാത്ത രീതിയിൽ ഉപയോഗിക്കുന്ന നുണകളെയാണ് നമ്മൾ വൈറ്റ് ലൈസ് എന്ന് പറയുന്നത്. അപ്പൊ വൈറ്റ് ലൈ എങ്ങനെയാണ് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. I told a white lie about liking her dress. I told a white lie about liking her dress. അവളുടെ ഡ്രസ്സ് ഇഷ്ടമാണെന്ന് ഞാൻ വെറുതെ ഒരു നുണ പറഞ്ഞു. Sometimes white lie is necessary to avoid hurting others. Sometimes white lie is necessary to avoid hurting others. മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്നുള്ള കാര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ചില സമയത്തൊക്കെ നമുക്ക് ചെറിയ കൊച്ചു നുണകളൊക്കെ പറയേണ്ടത് ആവശ്യമാണ്. He told a white lie about his age to get a job. He told a white lie about his age to get a job. അതായത് ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി തന്റെ വയസ്സിനെ കുറിച്ച് അദ്ദേഹം ഒരു വൈറ്റ് ലൈ പറഞ്ഞു. അടുത്ത വേറൊരു എക്സ്പ്രഷൻ ആണ് വൈറ്റ് ഹോഴ്സ് എന്ന് പറയുന്നത്. വൈറ്റ് ഹോഴ്സ് എന്ന് പറയുന്നത് തിരമാലകളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. തിരമാലകൾ ഉയർന്നു വരുമ്പോഴേക്കും നുരയും പതയുമായിട്ട് പതഞ്ഞു വരുന്ന ആ തിരമാലയ്ക്ക് ആ ഒരു ഫോമി ആയിട്ടുള്ള വേവിന് പറയുന്ന ഒരു പേരാണ് വൈറ്റ് ഹോഴ്സ്. വൈറ്റ് ഹോഴ്സ് നമ്മൾ സാധാരണ ഗതിയിൽ അങ്ങനെ സെന്റൻസുകളിൽ അധികം ഉപയോഗിക്കാറില്ല, പക്ഷെ എന്നാലും നമ്മൾ തിരമാലകൾ സംബന്ധിച്ച് പറയുമ്പോഴേക്കും ഉപയോഗിച്ച് കാണാറുണ്ട്. The waves crashed against the shore showing white horses. The waves crashed against the shore showing white horses. അതായത് വെളുത്ത കുതിരകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തിരമാല തീരത്തേക്ക് അണഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. I am afraid of the white horses at the sea. I am afraid of the white horses at the sea. എന്നതിലൂടെ പറയുന്നത് ഉയർന്നു വരുന്ന ആ രീതിയിലുള്ള തിരമാല എനിക്ക് പേടിയാണ്. വൈറ്റ് എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിച്ചിട്ടുള്ള ഇഡിയംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങളിത് കൂടുതൽ നിങ്ങളുടെ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കുക.
അപ്പോൾ വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.